ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലുമായി ഹമാസ് നടത്തുന്ന യുദ്ധം തീവ്രവാദ പ്രവർത്തനമോ യുദ്ധക്കൊതിയോ മൂലം ഉണ്ടായതല്ല. കാലങ്ങളായി പലസ്തീനികളുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന അടിച്ചമർത്തലിന്റെയും അധിനിവേശത്തിന്റെയും അധികാര ക്രൂരതകളുടെയും കെടുതികളിൽ നിന്നും രക്ഷപ്പെടാനും സ്വാതന്ത്ര്യം പ്രാപിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഫലമാണത്. അമേരിക്കൻ പിൻബലമുള്ള ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ കരുത്തുള്ള ഒരു സംഘടനയല്ല ഹമാസ് എന്ന് അവർക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ്. എന്നിട്ട് ഒരു യുദ്ധത്തിന് അവർ തയ്യാറാവുന്നത് ഈ നീചരുടെ പ്രവൃത്തിയിൽ നിന്നും രക്ഷപ്പെടുക അതല്ലെങ്കിൽ മരിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെയാണ്. 5 വയസ്സുള്ള ഒരു കുട്ടി പോലും ജൂത ജയിലുകളിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ലോകത്തെ ഒരു ജനതയും അനുഭവിച്ചിട്ടുണ്ടാവില്ല. 200 കൊല്ലത്തോളം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അടിച്ചമർത്തപ്പെട്ട് സ്വാതന്ത്ര്യത്തിനായി വിലപിച്ച ഇന്ത്യക്കാരെ സംബന്ധിച്ച് അധിനിവേശത്തിന്റെ കെടുതികൾ നന്നായി തന്നെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ പലസ്തീനികളുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കേണ്ടതിന് പകരം ഇവിടെ ഒരു വലിയ വിഭാഗം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് നിർഭാഗ്യകരമാണ്. വംശീയ വിദ്വേഷമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. തന്നെയുമല്ല, ആധുനിക ഇന്ത്യൻ ജനത ഒരു യുദ്ധത്തിന്റെ കെടുതികൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഒരു തമാശ പോലെ ആസ്വദിക്കുന്നവരും പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഒരു മിസൈൽ കൊച്ചിയിലോ അതല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ എത്താൻ വലിയ വഴിദൂരമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം തലയിൽ ബോംബ് വീണ് പിടഞ്ഞു ചാവുമ്പോൾ യുദ്ധക്കെടുതിയെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് പ്രയോജനമുണ്ടാവില്ല എന്ന് ഇത്തരക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധങ്ങളുടെ അനന്തരഫലം വിലക്കയറ്റവും പട്ടിണിയുമാണ്. ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിയാതെ കുട്ടികളും മുതിർന്നവരും പട്ടിണി മരണത്തെ പ്രാപിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിന് ആഭ്യന്തര യുദ്ധമായാലും ഇതായിരിക്കും സംഭവിക്കുക. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിഷമയമുണ്ടാകാൻ സാധ്യത വളരെ ഏറെയാണ്. ഗസ ഇന്ന് അത്തരമൊരു ദുരന്തത്തെ നേരിടുകയാണ്. അവസാനിക്കാത്ത യുദ്ധത്തിന്റെ കെടുതിയിൽ അകപ്പെട്ടിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും മാത്രമാണ്. മരണത്തെക്കാൾ ഭയാനകമായ പട്ടിണിയാണ് ഗസയിൽ ഇപ്പോഴുള്ളത്. 3 മാസമായി അവരുടെ ഭക്ഷണം ജൂത തീവ്രവാദികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഏത് ദുരന്ത മേഖലകളിലും സ്വാർത്ഥ ചിന്താഗതിയുള്ള ഒറ്റുകാരും കൊള്ളക്കാരും ഉണ്ടാവും. അവർ ഇത്തരം അവസരങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് പതിവ്. സ്വന്തം രാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തുകൊണ്ട് പോരാടുന്ന ഗസക്കാർക്കിടയിൽ ഇസ്രായേലിന്റെ ഷൂവ് നോക്കിയും അച്ചാറും വാങ്ങിയും ഗസക്കാരെ തന്നെ ഒറ്റുകൊടുക്കുകയും അവർക്ക് കിട്ടേണ്ട ഭക്ഷണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന നീച ചെകുത്താന്മാരായ ചിലരെ പിടികൂടാനും ശിക്ഷിക്കാനും ഈ യുദ്ധത്തിനിടയിൽ ഹമാസ് സമയം ചിലവഴിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഗസയിലെ ഭക്ഷണ ഗോഡൌണുകളിൽ കടന്നു കയറി കൊള്ളയടിച്ച ഇസ്രായേലിന്റെ പണം കൈപ്പറ്റുന്ന ഗുണ്ടാ സംഘത്തിൽപ്പെട്ട 6 പേരെ ഹമാസ് പരസ്യമായി വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, ഈ ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന 13 പേരുടെ കാലുകളിൽ വെടിവെച്ച് ഇനി ഒരിക്കലും അവർ ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ കഴിയാത്ത വിധം വികലാംഗരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് കാലുകളില്ലാതെ ഇഴഞ്ഞ് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഈ ശിക്ഷാ നടപടികൾക്ക് ശേഷം പൗരന്മാരുടെ ജീവന് ഭീഷണി ഉയർത്താനും ജനങ്ങൾക്കിടയിൽ ഭയവും കുഴപ്പവും സൃഷ്ടിക്കാനും പൊതു സ്വകാര്യ സ്വത്തുകൾ ആക്രമിക്കാനും ഇസ്രായേലുമായി സഹകരിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ അത്തരം മുഴുവൻ കുറ്റവാളികളെ പിടികൂടി കൂടുതൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുവെന്ന് ഹമാസിന്റെ ആഭ്യന്തര ദേശീയ സുരക്ഷാ മന്ത്രാലയം ഒരു പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 മാസം മുൻപ് ഇസ്രായേലിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ചിലർ ഹമാസിനെതിരെ പ്രതിഷേധമുയർത്തുകയും ജാഥകൾ നയിക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ നിർത്തുന്നത്. സ്വന്തം ജനങ്ങൾ പോലും ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് ലോകത്തെ അറിയിച്ച് ഗസയിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിക്കാനാണ് ഇസ്രായേൽ ഇത്തരക്കാരെ വിലക്കെടുക്കുന്നതും ഈ പ്രകടനങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതും. ഇത്തരം കാര്യങ്ങൾ ഇസ്രായേലി പത്രങ്ങൾ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാസിനെതിരെ സ്വന്തം ജനങ്ങൾ പോലും തിരിഞ്ഞിരിക്കുന്നു. അവർ തീവ്രവാദികളാണ്, അവർ ജനങ്ങളെ കൊല്ലുന്നവരാണ്, അവരെ രക്ഷിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കാറുണ്ട്. ഇത് കുറെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അതിലൂടെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ഹമാസ് ഈ ഒറ്റുകാരെ തിരഞ്ഞു പിടിച്ച് പരസ്യമായി കൊലപ്പെടുത്തിയിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. യുദ്ധത്തിന്റെ അവസരം മുതലെടുത്ത് വിശപ്പ് കൊണ്ട് വലയുന്ന ആയിരക്കണക്കിന് ആളുകളെ പ്രലോഭിപ്പിച്ച് ഗസ നഗരത്തിൽ ഉടനീളമുള്ള UN കേന്ദ്രങ്ങളുടെ വെയർഹൌസുകൾ തല്ലിപ്പൊളിച്ച് അതിൽ കടന്നു കയറി അവിടെ വിതരണം ചെയ്യാൻ വെച്ചിരുന്ന മാവുകൾ, ടിന്നിലടച്ച ഭക്ഷണം
ഇവയെല്ലാം വാഹനങ്ങളിലാക്കി കടന്നു കളയുകയാണ് ഈ കൊള്ളക്കാർ ചെയ്തത്. ഈ കൊള്ളയ്ക്ക് സഹകരിച്ച ജനക്കൂട്ടത്തിന് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ അറിയുന്നതും ഇത് ഒരു പരാതിയായി ഹമാസിന്റെ മുന്നിൽ എത്തുന്നതും. ആർക്കും പ്രത്യേകിച്ച് വീടോ മറ്റ് താമസ സൗകര്യമോ ഒന്നും ഗസയിൽ ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണത്തിനോ അഥവാ എന്തെങ്കിലും കിട്ടിയാൽ അത് വേവിച്ച് തിന്നാൻ പോലും സാഹചര്യമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലുള്ളത്. പ്രത്യേകിച്ച് രാത്രികളിൽ തീ കത്തുന്നതോ ആളുകൾ നീങ്ങുന്നതോ ചാരവിമാനങ്ങളുടെ കണ്ണിൽ പെട്ടാൽ അവിടെ ബോംബിട്ട് അവരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നിത്യവും ഗസയിൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഗസയിൽ മരുഭൂമി പോലെ വിജനമായ വരണ്ട തുറസായ സ്ഥലങ്ങളിൽ തുണികൾ ടെന്റ് പോലെ വലിച്ചു കെട്ടി താമസിക്കുന്നവർ കൂടാതെ ഈ തകർന്ന് തരിപ്പണം അടിച്ചു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ കഴിയുന്ന അനേകം ആളുകളുമുണ്ട്. ഈ കെട്ടിടങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ കൂടുതൽ ബോംബിടുന്നത്. ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു പണി തന്നെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആളനക്കമോ അതല്ലെങ്കിൽ തീയോ പുകയോ എന്തെങ്കിലും കണ്ടാൽ ഇസ്രായേൽ ചാരവിമാനങ്ങൾ അവിടെ മാർക്ക് ചെയ്യുകയും അവിടേക്ക് ബോംബിടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലിലെ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങുന്നതും മരിച്ചു പോകുന്നതും. നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണ് ഇപ്പോഴും ഗസയിൽ കെട്ടിടങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന്. സത്യത്തിൽ അതല്ല, അവർ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കകത്താണ് താമസിക്കുന്നത്. കാരണം മഴയും വെയിലും ഒന്നും വെക്കാതെ തുണിയൊക്കെ വലിച്ചു കെട്ടിയ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവർ ജീവിച്ചു പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴു വരിച്ച എന്തെങ്കിലും സാധനം കിട്ടിയാൽ അതൊന്ന് പാചകം ചെയ്ത് കഴിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ചാരവിമാനം കണ്ടെത്തുകയും അവിടേക്ക് ബോംബ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവർ ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിയുന്നത് കൊണ്ട് UN സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്ത് പകൽ വിതരണം ചെയ്യുകയാണ് പതിവ്. അതവർ സൂക്ഷിച്ചു വെച്ച് രാത്രിയും കഴിക്കും. അങ്ങനെയൊക്കെയാണ് അവർ ഒരുവിധം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പാചകം ചെയ്യാൻ വേണ്ടി UN സന്നദ്ധ സംഘടനകൾ അവരുടെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണമാണ് ഈ കൊള്ളക്കാർ കൊള്ളയടിച്ചത്. അത് ഏതാണ്ടൊക്കെ തീർന്നിരിക്കുകയാണ്. ഭക്ഷണമില്ല എന്ന് വേണേൽ പറയാം. ഉള്ളത് തന്നെ മുഴുവരിച്ചതും ഇതൊക്കെയാണ്. അതുപോലെ ഇവർക്ക് കൊടുക്കാതെ അവരെ പൂർണ്ണമായും പട്ടിണിയിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഗോഡൌണുകൾ കൊള്ളക്കാർ കൊള്ളയടിച്ചത്. ഇസ്രായേലിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കൊള്ളക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഭക്ഷണ വസ്തുക്കളുമായി മറ്റു വാഹനങ്ങളെ ഗസയിലേക്ക് കടത്തിവിടാത്ത സ്ഥിതിക്ക് ഇസ്രായേലിന്റെ ബന്ദികൾ ഉൾപ്പെടെ എല്ലാവരും പട്ടിണിയാവുകയാണ് ഇതിന്റെ ഫലം. ബന്ദികളെ തിരിച്ചെടുക്കുക എന്നതിലുപരി ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഗസക്കാരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ഈ കൊന്നൊടുക്കുന്നത് അവർക്ക് ഗസ പിടിച്ചെടുക്കാനും അത് അവർക്ക് സ്വന്തമാക്കാനുമാണ്. അതുകൊണ്ട് ഈ ഗസക്കാർക്കിടയിൽ തന്നെ ഉള്ള ചിലരെ അവർ ഉപയോഗിക്കുകയാണ്. ഇത് തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഉമ്മാർക്കില്ല. നമ്മുടെ ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണെന്നോ അതല്ലെങ്കിൽ നാളെ നമ്മളെ ഇവന്മാർ ഇങ്ങനെ കൊല്ലും എന്നുള്ള ചിന്താബോധമൊന്നും ഇവർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ താൽക്കാലികമായി കിട്ടുന്ന കുറച്ച് പണത്തിന് വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുന്നത്. ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ്. ഒരു വിഭാഗം പോരാടുകയും അതിനിടയിലൂടെ ചെറിയൊരു വിഭാഗം ശത്രുക്കളെ സഹായിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് കണ്ടുവരാറുള്ളത്. ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ നമുക്കുണ്ടെങ്കിലും അതൊരിക്കലും ഈ യൂട്യൂബിലൊന്നും നമുക്ക് ഇടാൻ കഴിയില്ല. യൂട്യൂബിൻ്റെ റൂൾസ് അതൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചിത്രം പോലും നമുക്ക് ഇടാൻ കഴിയില്ല, പിന്നെയല്ലേ വീഡിയോ. എന്തായാലും ഈ കൊള്ളയോടുകൂടി ഗസയിലെ ജനങ്ങൾ പൂർണ്ണമായും പട്ടിണിയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ ഭക്ഷണത്തിന് മറ്റു മാർഗമൊന്നുമില്ല. ഉണ്ടായിരുന്നതും ഇവന്മാരെല്ലാം കൂടെ കൊള്ളയടിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇനി തീരെ പട്ടിണി തന്നെയാണ്. ഇല പറിച്ച് തിന്നാമെന്ന് പറഞ്ഞാൽ ഇല പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മൊത്തം മരുഭൂമി പോലെ ഉമ്മാർ ബോംബടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇവരെല്ലാം കഴിക്കുന്നത്? ഇത്രയധികം ആൾക്കാർക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണവും ഗസയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും വരും ദിവസങ്ങളിൽ അതിനൊരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.